അച്ഛൻ ആ സമയത്ത് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു തിരുമുഖ നൊവേനയുടെ ഒരു രൂപീകരണം. ഒരു തിരുമുഖ നൊവേനയൊക്കെ അച്ഛൻ രൂപീകരിച്ചിട്ടുണ്ട്. അച്ഛൻ എഴുതുന്നതിലും അതോടൊപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ രൂപീകരിക്കുന്നതിനും വളരെ നല്ലൊരു സിദ്ധിയുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിന്റെ ഒരു ഫോർമേഷനെ കുറിച്ച് അച്ഛനൊന്ന് പറയാൻ പറ്റും? തീർച്ചയായും ഞാൻ പറയാം. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഈശോയുടെ തിരുമുഖത്തെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വരുന്ന തീർത്ഥാടക സമൂഹത്തിൽ പെട്ട മിക്കവാറും എല്ലാവരെയും ഞാൻ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ഞാൻ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മെഡല് കഴുത്തിൽ ധരിച്ചു കൊണ്ടുവന്ന ഒരു വന്യ പുരോഹിതനെ കണ്ടു. അദ്ദേഹം പലപ്പോഴും ആരും അറിയാതെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ശാന്തമായിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ വിളക്കന്നൂര് തിരുവോസ്തിയിൽ ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷമായത്? അതിന് ഇവിടെ തിരുവോസ്തിയിൽ തിരുമുഖം പ്രത്യക്ഷപ്പെടാൻ എന്താണ് കാരണം? മാത്രമല്ല, ഇവിടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ വിളക്കന്നൂരിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയ പദ്ധതി എന്താണ്? വിളക്കന്നൂർ എന്താണ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു, വെച്ചാ വിളക്കന്നൂര് ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞതിൻ്റെ കാരണം 3-ാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖ ഭക്തി ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നും 3-ാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി വിളക്കന്നൂർ മാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് എൻ്റെ കണ്ണു തുറന്ന ഒരു വലിയ സംഭവമായിരുന്നു. അതുവരെ എന്തിനു വേണ്ടിയാണ് ഈ തിരുമുഖം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് ആർക്കും അതേക്കുറിച്ച് പറയാൻ അറിയുണ്ടായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നോട് അപ്രകാരം പറഞ്ഞു. പിന്നീട് അദ്ദേഹവുമായി ഞാൻ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണ കാലത്ത് മരിച്ചുപോയ ആ വന്യ പുരോഹിതൻ എന്നോട് ഇപ്രകാരം 3-ാം സഹസ്രാബ്ദത്തിൽ ലോകത്തിൽ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി, അതിൻ്റെ പ്രചാരക സ്ഥലമായി, തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറണം എന്ന് പറഞ്ഞത് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും എൻ്റെ ജനത്തിനും ഒരു പുതിയ ദിശാബോധം നൽകി. അതിനുവേണ്ടി പിന്നീടുള്ള കാലം ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 60 വർഷമായി തിരുമുഖ ഭക്തി എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈശോയുടെ തിരുഹൃദയ ഭക്തി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈശോയുടെ തിരുമുഖ ഭക്തി എന്നൊരു പ്രാർത്ഥനാ ശൈലി ഞാൻ കേട്ടിട്ടില്ല. അത് ആ കാലഘട്ടത്തിൽ ഞാൻ അച്ഛനോട് വീണ്ടും ചോദിച്ചു, വെച്ചാൽ ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ച് എവിടെ നിന്നാണ് പഠിക്കാൻ പറ്റുക, അറിയാൻ പറ്റുക? അപ്പോഴാണ് മനസ്സിലാകുന്നത്, മാനന്തവാടിയിൽ ഒരു കുരിശുപള്ളിയിൽ ഈശോയുടെ ഒരു തിരുമുഖത്തിൻ്റെ നൊവേന, വളരെ ചെറിയ ഒരു നൊവേന, അത് മാനന്തവാടി രൂപത പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ പുസ്തകമുണ്ട് എന്നറിഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ആളുവിട്ട് ഞാൻ ആ പുസ്തകം സംഘടിപ്പിച്ച് അത് പഠിക്കാനും പിന്നെ തുടർന്ന് നെറ്റിലൊക്കെ തപ്പി എങ്ങനെയാണ് ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും തിരുമുഖ ഭക്തിയെക്കുറിച്ച് പഠിക്കാൻ ഇടയാവുകയും ചെയ്തു. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വ്യത്യസ്തമാണ്. വലിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവം നയിക്കുന്ന ഒത്തിരി വഴികളിലൂടെ അത് എന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഈ തിരുമുഖ നൊവേന എഴുതാനുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത്, ഈ തിരുമുഖ നൊവേന ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് 2019 നവംബർ മാസത്തിൽ ഈശോയുടെ തിരുമുഖ പ്രത്യക്ഷീകരണത്തിൻ്റെ 7-ാം വാർഷികം വിളക്കന്നൂര് നടത്തുമ്പോൾ അഭിമന്യ ജോസഫ് പാംപ്ലാനി പിതാവാണ് ആദ്യമായി വിളക്കന്നൂര് ഒരു തിരുമുഖ നൊവേന ചൊല്ലിയത്. ആ തിരുമുഖ നൊവേന ചൊല്ലിയതിന് ശേഷം ആ ദിവസങ്ങളിൽ വലിയ ആൾക്കൂട്ടങ്ങൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുമുഖ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷികം ആഘോഷപൂർവ്വമായി നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവ്, അഭിമന്യ റമീജൂസ് ഇഞ്ചനാനിൽ പിതാവ് തുടങ്ങിയിട്ടുള്ള അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യം ഇതൊരു വലിയ സംഭവമാക്കി മാറ്റിയിരുന്നു. അപ്പോൾ 1-ാം ദിവസം അഭിമന്യ പാംപ്ലാനി പിതാവ് ഈ നൊവേന ചൊല്ലിയിട്ട് ഇറങ്ങി വരുമ്പോൾ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, വേറൊരെണ്ണം എഴുതാവോ?
അപ്പോൾ അതിനു മുൻപ് ഒരു 3 നൊവേന ഈ ഉള്ളവൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എഴുതാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള കാലം കൊറോണയുടെ കാലമായി, അതുപോലെ തന്നെ തിരുശേഷിപ്പ് തിരിച്ചു കൊണ്ടുപോകാൻ ഉള്ള സാഹചര്യമുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഞാനത് അങ്ങനെ തൽക്കാലത്തേക്ക് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു കാലത്ത് 2021 നവംബർ മാസം 30-ാം തീയതി സാന്ദർഭികമായി ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായിലച്ചൻ വിളക്കന്നൂർ വന്നു. അദ്ദേഹത്തിൻ്റെ സെമിനാരിയിലെ പ്രദേശം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മണിക്കൂറുകൾ അദ്ദേഹവും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടുത്തെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വട്ടായച്ചൻ എന്നോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഏതോ ഒരു കാര്യം ഉടനെ ഞാൻ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ എന്താണെന്ന് പറഞ്ഞില്ല, അച്ഛന് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. അത് അപ്പോഴാണ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞത്, ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുകയും പെട്ടെന്ന് ഞാൻ അതിനായിട്ട് തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഒരു നൊവേന എഴുതുക എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് വളരെ കാര്യമായി പഠനം നടത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് അന്ന് വരെയുള്ള എൻ്റെ അറിവ് അനുസരിച്ച് 20-ാം നൂറ്റാണ്ടിൽ സിസ്റ്റർ മരിയ പീറീന എന്ന ഒരു മിസ്റ്റിക്കിനെ ദൈവം തിരുമുഖ ഭക്തിയുടെ പ്രചാരകയാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വാഴ്ത്തപ്പെട്ടവരുടെ തലത്തിലേക്ക് 2010 ഉയർത്തപ്പെട്ട ആളാണ്. മിസ്റ്റിക്കിന് ലഭിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ തിരുമുഖ ഭക്തിയിൽ ഈശോ നൽകുന്ന 8 വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 8 വാഗ്ദാനങ്ങൾ. അപ്പോൾ ഈ 8 വാഗ്ദാനങ്ങളെ 8 കാറോസൂസയാക്കി മാറ്റാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ നൊവേന എഴുതാൻ വേണ്ടി പള്ളിയിൽ തിരുമുഖത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ 8 വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ആ വാഗ്ദാനങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമായി. അപ്പൊ അതുകൊണ്ട് മറ്റൊരു നൊവേനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എന്ന് എനിക്ക് ആദ്യം തോന്നിയത് ഇതാണ്. മറ്റേതെങ്കിലും ഒരു നൊവേന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വിശുദ്ധരോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പുണ്യ യോഗ്യതകളാൽ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ തിരുമുഖ നൊവേനയിൽ അങ്ങനെ അല്ല. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ആ വാഗ്ദാനം എനിക്ക് തരണമേ എന്ന് തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിച്ചാൽ അത് തരാതിരിക്കാൻ ദൈവത്തിനാവില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് 8 കാറോസൂസ എഴുതി. ആ 8 കാറോസൂസ നൊവേനയിൽ ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. പിന്നീട് കാറോസൂസ പ്രാർത്ഥനകൾ എഴുതിയതിന് ശേഷം ബാക്കി തുടർന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു പാതിരാവിൽ ചാടി എഴുന്നേറ്റ് എഴുതിയ ഒരു പാട്ട്. ഞാനൊരു പാട്ട് എഴുതുന്ന ആളൊന്നും അല്ല, അതിന് മുമ്പോട്ട് എഴുതിയിട്ടുമില്ല. പക്ഷെ ഒരു ദിവസം രാത്രി ഒരു 2 മണിക്ക് വളരെ സാന്ദർഭികമായി പെട്ടെന്ന് കവിത മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ഒരു കഷ്ണം പേപ്പർ എടുത്ത് ഞാൻ അപ്പോൾ തന്നെ എഴുതി. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് എഴുതി ഞാൻ ശാന്തമായി കിടന്നുറങ്ങി. അതിൻ്റെ ഒരർത്ഥം യഥാർത്ഥത്തിൽ എൻ്റെ ബുദ്ധിയോ എൻ്റെ ഭാവനയോ എൻ്റെ കഴിവോ അതിൽ ഇല്ല. വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ, ഓ ദിവ്യ കാരുണ്യമേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ ആരാധന, അങ്ങേക്ക് ആരാധന എന്ന പാട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ എഴുതിയതാണ്. ആ പാട്ട് എഴുതിയത് 4-5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓടന്തോടുള്ള കാലത്താണ്. പക്ഷേ ആ ഗാനം പെട്ടെന്ന് ഈ നൊവേനയുടെ ആദ്യത്തെ പ്രാരംഭ ഗാനമാക്കിയിട്ട് ഇടയായി. അതൊരു വലിയ ചേഞ്ചായിരുന്നു. പിന്നീടുള്ളത് എല്ലാം ദൈവം എങ്ങനെ ഒരു വ്യക്തിയുടെ തൂലികയെ ചലിപ്പിക്കും എന്ന് അത്ഭുതത്തോടെ മാത്രമേ എനിക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ ഈശോയുടെ തിരുമുഖങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് എൻ്റെ തലയിൽ ആദ്യം കയറിയ ചിന്ത. അതിനു വേണ്ടിയിട്ട് ചെയ്തത് പ്രവാചക കാലഘട്ടം മുതൽ ജനം പ്രതീക്ഷിച്ചിരുന്ന ആ മിശിഹായുടെ മുഖം, അവിടെ മുതൽ ഇങ്ങനെ ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള 75 ഭാവങ്ങൾ ആണ് എഴുതിയത്. ഇതിൽ 74 എണ്ണം എഴുതാൻ എനിക്ക് 2 മണിക്കൂർ മതിയായിരുന്നു. അതെങ്ങനെ ഇത്ര സ്പീഡിൽ ഇത് എഴുതിപ്പോയി എനിക്ക് ഇന്നും ഒരു അത്ഭുതമായി തോന്നുകയാണ്.
എന്നാൽ അവസാനത്തെ 75-ാമത്തെ 74 കഴിഞ്ഞപ്പോൾ അതൊന്ന് ഒരു 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 നമ്പർ ഒന്ന് പൂർത്തീകരിക്കട്ടെ, ഒരെണ്ണം കൂടി എഴുതാമെന്ന് ഞാൻ കരുതിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ 75-ാമത്തെ എഴുതാൻ പറ്റിയത്. അത് വെളിപാട് പുസ്തകത്തിൽ നിന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് എഴുതി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയായിരുന്നു. പിന്നീട് അതിൻ്റെ പ്രിൻറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ദൈർഘ്യം കൂടിപ്പോയത് കൊണ്ട് അത് 50 എണ്ണമാക്കി മാറ്റി. ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള 50 മുഖഭാവങ്ങളാണ് ഇതിലെ ലുത്തിനിയായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ട് മറ്റു പ്രാർത്ഥനകളും ഗാനങ്ങളും കൂട്ടിച്ചേർത്ത് അത് പ്രിന്റ് ചെയ്യാനിടയായി. അതിൻ്റെ 3rd എഡിഷൻ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്.